ഹലോ ഗൈസ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. അങ്ങനെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ തോപ്പിച്ച് അവരെ 4-ാം വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് ആഴ്സണൽ. എന്താ പറയാ, സുബമെൻഡിയുടെ ഒരു ബാങ്കർ ആയിരുന്നു. ആ ഗോൾ എത്ര കണ്ടാലും മതിയാവില്ല. താരം ഒരു പ്ലെയർ ഓഫ് ദ മാച്ച്. നമുക്കറിയാം, ആള് റിയൽ സൊസൈറ്റിയിൽ നിന്ന് വന്നിട്ട് അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചേക്കണത്. ഇന്നലത്തെ കളിയിലായിരുന്നു ആളുടെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് വന്നേക്കണം നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെ. ആളുടെ രണ്ടാമത്തെ ഒരു ഹെഡർ ഗോളായിരുന്നു. ആൾ ആദ്യമായിട്ടാണ് ഒരു കളിയിൽ ബ്രേസ് അടിക്കണേന്നാണ് നിലവിൽ മൊത്തത്തിൽ നോക്കിയപ്പോൾ മനസ്സിലായത്. ഇതുവരെ ലീഗയിലും ആളൊരു ബ്രേസ് അടിച്ചിട്ടില്ല ഒറ്റ മത്സരത്തിൽ. സോ ഒരു ഹെഡർ ആയിരുന്നു രണ്ടാമത്തെ ഗോൾ. ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ആൾ തന്നെയായിരുന്നു മാൻ ഓഫ് ദ മാച്ചും. അപ്പൊ ആഴ്സണൽ എന്തായാലും ലീഗിൽ 2-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. 1-ാം സ്ഥാനത്ത് നമുക്കറിയാം ലിവർപൂളാണ് നിലവിൽ. ഈ ഗോയ്ക്കരസിന്റെ ആയിരുന്നു ലാസ്റ്റത്തെ ഗോള്. ആളെന്താ പറയാ, പതിയെ ലീഗിലേക്ക് അഡാപ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആഴ്സണൽ ഫാൻസിന് എന്തായാലും സന്തോഷിക്കാം, കാരണം അവർക്കൊരു പെർഫെക്റ്റ് നമ്പർ 9 ഉണ്ടായിരുന്നില്ല, നിലവിൽ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. മെസ്സിയുടെ പാസിലായിരുന്നു ആ ഗോള് വന്നത് നിലവിൽ. സോ ഗോയ്ക്കരസ് പതിയെ ലീഗിലേക്ക് അഡാപ്റ്റ് ആവുന്നുണ്ട്. അതെന്തുകൊണ്ട് ആഴ്സണലിനൊരു എന്താ പറയാ, ഒരു ഹെൽപ്പ് തന്നെ ആയിരിക്കുള്ളൂ. ആള് ഹെയർ ഫ്ലിക്ക് ആണ്, ഇതിൽ അഡാപ്റ്റ് ആവില്ലെന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ ആള് കളിക്കുന്നുണ്ട്. പിന്നെ മോസ്കീരെ എടുത്ത് പറയേണ്ടതാണ്. 13 മില്യൺ ഒരിക്കലും ഒരു ബാർഗൈനിങ് അല്ല. പിന്നെ ചെൽസി സമനില പിടിച്ചിട്ടുണ്ട് ബ്രെൻഫോർഡായിട്ട്. ലാസ്റ്റ് ടൈമിലായിരുന്നു അവരുടെ കാർവഹാലോന്റെ ഗോള്. ആളെ നമുക്കറിയാം, നേരത്തെ ലിവർപൂളിൽ കളിച്ചിരുന്ന വെച്ചാണ്. പിന്നെ എനിക്ക് തോന്നുന്നു സാറ്റർഡേ ബാങ്കറിന്റെ ഒരു ടൈമായിരുന്നു. നമ്മൾ കണ്ടായിരുന്നു, കസീഡോന്റെ ഒരു ബാങ്കർ ഉണ്ടായിരുന്നു. ഗർനാച്ചോ കൊടുത്ത പാസ്സാണ്, പക്ഷെ അത് നമ്മുടെ ചെൽസിയുടെ പ്ലെയറിന്റെ കാലിൽ തന്നെ കൊണ്ട് റിട്ടേൺ വന്ന് ആളുടെ ഒരു വെടിച്ചിൽ ഷോട്ട് തന്നെയായിരുന്നു നിലവിൽ. ആളിപ്പോ റീസെന്റ് ആയിട്ടല്ല, വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയാണ് കസീഡോ കാഴ്ചവെക്കണ. ഒരു 120 മില്യൺ ഉണ്ട് ആള്. എന്തായാലും ആ മിഡ്ഫീൽഡ് ഭരിച്ച് കളിക്കുന്നുണ്ട്. ചെൽസിയുടെ മിഡ്ഫീൽഡ് എന്തുകൊണ്ടും അടിപൊളി തന്നെയാണ് നിലവിൽ ആ ഒരു കോംബോ. പിന്നെ നമുക്കറിയാം പാമറിന്റെ ആയിരുന്നു ഗോള്. പാമറും സെക്കൻഡ് ഹാഫിൽ തന്നെയാണ് വന്ന് ഗോൾ അടിച്ചത്. ആൾക്ക് ഇപ്പൊ ഈ സീസണിൽ അങ്ങനെ ഗോളൊന്നും അടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ആള് ഭയങ്കര ഒരു ഡൗൺ ആയിട്ടായിരുന്നു, പക്ഷെ പാമർ എന്തായാലും തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ചെൽസി സമനിലയിൽ കുടുങ്ങി എന്തായാലും. പിന്നെ ടോട്ടനം തോമസ് ഫ്രാങ്കിന്റെ കീഴിൽ പറന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ അവര് എന്തോ 2-ാം സ്ഥാനത്താ, മൂന്നാം സ്ഥാനത്താണ് അവര്. ഫാൻസിനെല്ലാവർക്കും ആഘോഷിക്കാം എന്തായാലും. അത്യാവശ്യം നല്ലൊരു സ്റ്റാർട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം ബെർഗവാൾ, ഓഫ് വാട്ട് എ പ്ലെയർ, അങ്ങനെ തന്നെയാണ് തോന്നുന്നു അവന്റെ ഒരു പ്രൊണൗൺസിയേഷൻ വന്നത്. അത്യാവശ്യം ഒരു യങ് ആയിട്ടുള്ള പ്ലെയർ ആണ്, നല്ല രീതിയിൽ തന്നെ ഫ്രാങ്കിന്റെ സിസ്റ്റത്തിൽ കളിക്കുന്നുണ്ട്. പിന്നെ സാറിന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. ക്രിസ്റ്റൽ പാലസിന്റെ സാറല്ല, ഇത് ടോട്ടനത്തിന്റെയാണ്. ആളും യങ് തന്നെയാണ്, നല്ല പെർഫോമൻസ് തന്നെയാണ് നിലവിലെ ആള് കാഴ്ചവെച്ചേക്കണം. ആളുടെ ഈ ടച്ച് മാപ്പൊക്കെ നോക്കിയാൽ കാണാം, നല്ല രീതിയിൽ ഓടി നടന്ന് പണിയെടുക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. എനിക്ക് തോന്നുന്നു നമ്പർ 10 ആയിട്ടാണ് കളിപ്പിച്ചത്, പക്ഷെ അയാൾ മൊത്തത്തിൽ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു നമ്പർ 6ഉം നമ്പർ 8 ഒക്കെ ആയിട്ട് കളിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലെയർ ആണ്. പിന്നെ മിക്കി വാൻഡിവിൻ, ഓഫ്, ആള് ജർമ്മൻ ലീഗിൽ നിന്നാണ് വന്നത്. എനിക്ക് തോന്നുന്നു 2-ാമത്തെ സീസണോ എന്തോ. അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ പലീനയും വന്നത് നമുക്കറിയാം, ബയണിൽ പോയിട്ട് അത്ര സക്സസ് ആയില്ല. പിന്നെ ഇവിടെ വന്ന് അത്യാവശ്യം നല്ല കളി തന്നെയാണ്. മിക്കി വാൻഡിവിൻ ഡിഫൻസിലും അവരുടെ ആ ഒരു കോംബോ റൊമേറോ ഇട്ട് എടുത്ത് പറയേണ്ട ഒരു കോംബോ ആണ്. പിന്നെ നമുക്കറിയാം കുഡൂസ് വന്നിട്ടുണ്ടായിരുന്നു. കുഡൂസ് വെസ്റ്റ് ഹാമിൽ നിന്ന് തന്നെയാണ് വന്നത്. ആ റൈറ്റ് വിങ്ങിൽ നമുക്കറിയാം ഇപ്പൊ കുൽസെവ്സ്കി ഇല്ല. അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയാണ്. ഇവർ ഈ കോംബോ സാവിസ് മൻസിന്റെ ആണെങ്കിലും ഒരു അത്യാവശ്യം നല്ല ഡിബ്യൂട്ട് തന്നെയാണ് ആൾക്ക് നിലവിൽ കിട്ടിയിട്ടുള്ളത്. ആൾ ടോട്ടനമാണ് ചൂസ് ചെയ്തത് നമുക്കറിയാം. അപ്പൊ എന്തായാലും ടോട്ടനത്തിന് ഒരു നല്ലൊരു നമ്പർ 10 തന്നെ കിട്ടിയിട്ടുണ്ട് നിലവിൽ. ഫാൻസിനെ എന്തായാലും ആഘോഷിക്കാം. അപ്പൊ ടോട്ടനം പതിയെ തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ ലിവർപൂൾ ഫാൻസിന് എന്തായാലും ആശ്വസിക്കാം, അവർക്ക് ലാസ്റ്റ് മിനിറ്റ് പെനാൽറ്റി കിട്ടി. കറക്റ്റ് ടൈമിൽ സ്ഥലം എടുത്തു അത് ഫിനിഷ് ചെയ്തു. സോ ആ പെനാൽറ്റിയിൽ അവർ വിജയിച്ചു. നമുക്കറിയാം മാക്കലിസ്റ്ററിനെ ഫൗൾ ചെയ്തതിനാണ് ആ ഒരു പെനാൽറ്റി കിട്ടിയത്. ഇപ്പൊ എന്തായാലും പെനാൽറ്റി അനുവദിക്കുന്നുണ്ട് ലിവർപൂളിനെതിരായിട്ട്. പിന്നെ അത് മാത്രമല്ല, എടുത്തു പറയേണ്ട ഒരു നല്ല പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല. ബേൺലി പോലെ ഒരു ടീമിനെ ഔട്ട്കാസ്റ്റ് ചെയ്ത് കളിക്കണ്ടായിരുന്നു. അവർ നല്ല സൈനിങ്സ് ഒക്കെ നടത്തിയാണ്. ബേഡ്സ് എന്തായാലും അത്ര നല്ല ഫോമിലല്ല, ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഫോമിൽ തന്നെയാണ്. ബുണ്ടസ് ലീഗയെ കണ്ട ഒരാളൊന്നല്ല ഇവിടെ. ഞാനും പേഴ്സണലായിട്ട് ഇവിടെ ഒന്ന് സക്സസ് ആവുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ആളുടെ പെർഫോമൻസിൽ എന്തായാലും ലിവർപൂൾ ആരാധകർ നിരാശരാണ്.